ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ്. ഈ മാസം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് PMAJ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ എടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അക്ഷയയിലൊന്നും പോകാതെ നമുക്ക് മൊബൈലിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ അക്ഷയയിൽ കൊണ്ടുപോകാതെ നമുക്ക് നമ്മുടെ മൊബൈലിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കാം. അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം beneficiary.nha.gov.in എന്ന് എൻ്റർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ടോ ബെനിഫിഷ്യറി, അതുപോലെ തന്നെ ഓപ്പറേറ്റർ. നമ്മളതിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ബെനിഫിഷ്യറിയാണ്. ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ ഒരു ക്യാപ്ച ഉണ്ട്, ആ ക്യാപ്ചയും കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ക്യാപ്ച എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ക്യാപ്ച കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ശേഷം നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, ഫോൺ നമ്പർ മൊബൈലിൽ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവും. ഫോൺ നമ്പറൊക്കെ കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്ന് കാണാം, മൊബൈൽ നമ്പർ സൈഡിൽ കണ്ടോ വെരിഫൈ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ടൊരു OTP വരും. ആ OTP ഒന്ന് കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, OTP വന്നിട്ടുണ്ട്, ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. OTP കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ശേഷം വീണ്ടും ഒരു ക്യാപ്ചയും കൂടി ഉണ്ട്, ആ ക്യാപ്ചയും കൂടി കറക്റ്റ് എൻ്റർ ചെയ്യുക. OTP കറക്റ്റ് നോക്കിയിട്ട് ഓക്കെ എൻ്റർ ചെയ്യുക. ശേഷം ആ ക്യാപ്ചയും കൂടി ഒന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ, ക്യാപ്ച കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ക്യാപ്ച എൻ്റർ ചെയ്യണം. മൊബൈലിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു റിസ്ക് ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നിടത്ത് ശേഷം ലോഗിന് കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ കണ്ടോ സീനിയർ സിറ്റിസൺ, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിക്ക് ഹെയർ ടു എൻറോൾ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരാണോ ആധാർ, അവരെ ആധാർ നമ്പർ കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അവരെ ആധാർ നമ്പർ നമ്മുടെ ബെനിഫിഷ്യറിൻ്റെ 70 വയസ്സ് കഴിഞ്ഞ ആളെ, നമ്മുടെ വീട്ടിലുള്ള ആളെ ആധാർ നമ്പർ നമ്മൾ കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, ആധാർ നമ്പറും ക്യാപ്ചയും മാത്രം ഇവിടെ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ആ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സെർച്ച് ഓപ്ഷന് ഓപ്പൺ ആവും. ഓക്കെ, കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും, ഇല്ലെങ്കിൽ ഫ്രഷ് എൻറോൾ എന്ന് കാണിക്കും. അടിയിലോട്ട് വന്നാൽ കണ്ടോ ക്ലിക്ക് ഹെയർ നോ റെക്കോർഡ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഹെയർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ എൻറോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹെയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിൻ്റെ ലാസ്റ്റ് നമ്പർ അവിടെ വരും. അതിൽ ആ വെരിഫൈ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ അലോ ക്ലിക്ക് ചെയ്യുക. ശേഷം 2 OTP വരും. ഒന്ന് നമ്മുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള നമ്പർ OTP, അതേപോലെ ആധാർ ലിങ്ക് ആയിട്ടുള്ള നമ്പറിലേക്കും OTP വരും. രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അത് ആധാർ OTP അതിൽ സെപ്പറേറ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് മൊബൈൽ OTP ആണ് കൊടുക്കുന്നത്. ശേഷം നമ്മുടെ ആധാർ OTP വേറെ വന്നിട്ടുണ്ടാവും, അത് ആധാർ OTP എന്ന കോളത്തിൽ എൻ്റർ ചെയ്യുക. ആദ്യം ഞാൻ ബെനിഫിഷ്യറി നമ്പറാണ് ചെയ്തത്, അതിനുശേഷം ആധാർ OTP ആണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ആധാർ OTP വരാൻ ചെറിയൊരു ടൈം എടുക്കും, ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മുടെ മുന്നേ ഏതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാത്ത ആളുകൾ നോൺ ഓഫ് അബവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമ്മുടെ ആധാറിലെ ഫോട്ടോ വരും, ആധാറിലെ ഡീറ്റെയിൽസ് വരും, എല്ലാം ഇവിടെ കാണിക്കും. അതിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിലുകളൊക്കെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ അഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് OTP വീണ്ടും വരും. ആ OTP കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ,
ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. ആ OTP വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ആ കാറ്റഗറി ഏതാണോ, അതായത് OBC ജനറൽ ഏതാണോ അത് ആണ് അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ OBC ആണെങ്കിൽ OBC, അല്ലെങ്കിൽ ജനറൽ, അല്ലെങ്കിൽ SC ആണെങ്കിൽ ST, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ പിൻകോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഓൾറെഡി അവിടെ റെഡിയായി വന്നിട്ടുണ്ടാവും. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വീണ്ടും പിന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അർബൺ റൂറൽ കൊടുക്കുക. റൂറലായിരിക്കും, ഞാൻ റൂറലാണ് കൊടുത്തത്. അർബൺ നമ്മൾ നഗര ഏരിയ ആണെങ്കിൽ അർബൺ കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മുടെ സബ് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വില്ലേജും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതൊക്കെ അവിടെ വരും, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഒരു ഫാമിലി മെമ്പർ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഫാമിലി മെമ്പർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഐ ഡി നോട്ട് എനി ഫാമിലി മെമ്പർ എന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ശേഷം നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ, നമ്മൾ ലൈവായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനുണ്ട്. ഓക്കെ, അവിടെ ആ ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്യണം. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫോട്ടോ ക്യാമറേൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ ലൈവായിട്ട് ആളുടെ ഫോട്ടോ എടുക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന 70 വയസ്സായ ആളുടെ ഫോട്ടോ നമ്മൾ അപ്പം ലൈവായിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അപ്പം അവിടെ ലഭ്യമാവും. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ആ ലൈവ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ താഴെ വന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ അവിടെ കാണിക്കും. ഈ KYC കംപ്ലീറ്റഡ്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ beneficiary.nha.gov.in വീണ്ടും കയറണം. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഈ ഇൻഷുർ കാർഡ്. അതിനുവേണ്ടി ഈ സൈറ്റിൽ വീണ്ടും കയറുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, ശേഷം വരുന്ന OTP എല്ലാം എൻ്റർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതിൽ ലോഗിൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ക്യാപ്ച എൻ്റർ ചെയ്യുന്നുണ്ട്. ശേഷം ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഫോൺ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിലേക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ഓക്കെ, OTP വന്നിട്ടുണ്ട്, എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ആ OTP കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ശേഷം താഴെയും ഒരു ക്യാപ്ച ഉണ്ട്. ക്യാപ്ച കറക്റ്റ് എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്യുക, ക്യാപ്ച കറക്റ്റ് എൻ്റർ ചെയ്യുക. ശേഷം ലോഗിന് കൊടുക്കുക. ഓക്കെ, ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിൽ വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്ലിക്ക് ടു എൻറോൾ, അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ആ ക്യാപ്ച എൻ്റർ ചെയ്യുക, സെർച്ച് കൊടുക്കുക. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു വരിക. വീണ്ടും ക്ലിക്ക് ടു എൻറോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ഇവിടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക. ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ സെർച്ച് ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വരുന്നത് നമുക്ക് കാണാം, നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത് അപ്രൂവ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. അതൊന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.